ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മൂർത്തി മുത്തശ്ശന് എനിക്ക് കൺഗ്രാസ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജ്വല്ലറി വീണ്ടും പഴയ പ്രതാപം തിരിച്ചു പിടിച്ചോണ്ടിരിക്കുക. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് നിനക്കാന്ന് പറഞ്ഞു. അങ്ങനെ അനി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനോട് പറഞ്ഞു, എന്നാലും ആദർശ് മോനെ ചിലപ്പോ അവനെ കുറ്റം പറഞ്ഞൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കില്ലെന്ന് പറഞ്ഞു. വസുന്ധരെ, ഇപ്പൊ നമ്മൾ ആദർശിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ. കുറച്ചുകൂടെ കഴിയട്ടെ, സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. ഇപ്പം നമ്മൾ വിജയിക്കുമ്പോഴത്തേനും പരാജയപ്പെട്ട ഒരുത്തൻ കാണുമല്ലോ, അയാളിരുന്ന് സങ്കടപ്പെടുമായിരിക്കും. പതുക്കെ പതുക്കെ അയാൾക്ക് ഓരോ തകർച്ച ഉണ്ടാകുമ്പോഴത്തേനും അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും. അധികകാലം അയാൾക്ക് മാളത്തിലൊന്നും ഒളിച്ചിരിക്കാൻ പറ്റില്ല. സത്യങ്ങളൊക്കെ പുറത്തു വരണം. എന്റെ മോൻ ആദർശ് അത് കൊണ്ടുപോകുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അത് നടന്നിട്ട് വേണം നമുക്ക് അവനെ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, ഇനിയിപ്പം ഭയക്കണം നമ്മള്. ചിലപ്പം നമ്മുടെ കൊച്ചുമക്കളെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് ആരംഭിക്കുമായിരിക്കും. കാരണം ഈ പറയുന്ന ആൾക്കാരൊന്നും വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല. അവർക്ക് തകർച്ച ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾക്ക് അവർക്ക് ചിലപ്പോൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും അവര് മുതിരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, എനിക്കതൊക്കെ അറിയാൻ വസുന്ധരെ. അതുകൊണ്ട് ആദർശിന്റെ ഒക്കെ പിന്നാലെ തന്നെ നമ്മുടെ ആൾക്കാരുണ്ട്, ഞാൻ എടപ്പാടേക്ക് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് നാഗേന്ദ്രന്റെ അടുത്തേക്ക് അഭിയും ഡേവിഡും കൂടെ വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, നീ കമ്പനിയിലേക്ക് കയറി കഴിഞ്ഞപ്പോ തന്നെ ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. നീ രാശിയില്ലാത്തവനാണെന്ന് ഞാൻ മോളോട് പറയുകയും ചെയ്തു. അല്ലെങ്കിലോ ഈ ഡീല്, നീ കയറിയതിന് ശേഷമുള്ള ആദ്യത്തെ ഡീല് അത് നഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചു. ഡേവിഡിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതുപോലെ തന്നെ അഭിക്കും രണ്ടുപേരും വല്ലാത്തൊരു ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പം നീ കയറിയാലും കയറിയില്ലെങ്കിലും നഷ്ടപ്പെടാനുള്ള ഡീലാണെങ്കിൽ നഷ്ടപ്പെടും. അതിനിപ്പം നിന്റെ രാശിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഈ സമയം ഡേവിഡ് പറഞ്ഞു, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല സാറേ. ഇനി ഡീൽ ഉറപ്പിക്കാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് കൃത്യസമയത്ത് തന്നെ അവന് ഡീൽ ഉറപ്പിക്കാൻ എത്തിയെന്ന് പറഞ്ഞു. നമ്മളെ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തേ. നാഗേന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ. അവര് കൃത്യസമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു. തലേ ദിവസം തന്നെ സപ്ലൈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അതെ സാറേ, അതാണ് അവരുടെ കഴിവ്. അവര് കളി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഭക്ഷ്യത്തുനിന്ന് എവിടുന്നോ ശത്രുക്കളുണ്ടെന്ന് തോന്നേ, നമ്മളെ ഒറ്റിക്കൊടുത്തിട്ടുണ്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, എനിക്കും അതിൽ സംശയമില്ലാതില്ല. കാരണം അങ്ങനെ ഏതോ ശത്രുക്കളും നമ്മുടെ ജ്വല്ലറിയും കടന്നു കൂടിയിട്ടുണ്ടെന്ന് തോന്നേ. അങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പത്തേക്ക് പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വെറുതെ വെച്ചേക്കില്ല അച്ഛാ, എത്രയും പെട്ടെന്ന് തന്നെ അവരെ തീർത്ത് കളഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അതിന് മോള് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവര് ഉറപ്പായിട്ടും നമ്മൾ തീർത്ത് കളയും. അവരെ ഭൂമിക്ക് വീതെ വെച്ചോണ്ടിരിക്കില്ല എന്ന് പറഞ്ഞു. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഈ സമയത്ത് മാളവി പറഞ്ഞു, എന്നാലും മാളവിയ ഡിസൈൻസ് നല്ല ഡിസൈൻ അല്ലായിരുന്നോ? എന്നിട്ട് എന്താ വെച്ചാൽ കിട്ടാത്തേന്ന് ചോദിച്ചു. അതെ, മാളവിയ വരച്ച ഡിസൈനിങ് ഒക്കെ ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. അതൊക്കെ പരിശോധിച്ചാൽ നമ്മൾ അയച്ചു കൊടുത്തേ. മാളവിയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവളെ കൊണ്ട് പറ്റുന്ന പോലെ കഴിവിന്റെ പരമാവധി അവൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലച്ചാ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഡിസൈനർ ഒന്ന് മാറ്റി പിടിച്ചാലോ? ഇനിയിപ്പോ പെട്ടെന്ന് ഇത്ര നല്ല ഡിസൈനർ കിട്ടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാ. സാരമില്ല, നമുക്ക് നോക്കാം. ഇനി എന്താണെങ്കിലും മൂർത്തി ജ്വല്ലറി കയറിപ്പം ഞാൻ സമ്മതിക്കില്ല. ഒരു തോൽവി സംഭവിച്ചെന്ന് ഓർത്തോണ്ട് അങ്ങനെയൊന്നും തകരുന്നവനല്ല ഈ നാഗേന്ദ്രന്. ഇതുപോലെ തോറ്റാണ് നാഗേന്ദ്രൻ കയറി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഇത്ര പുത്തിരിയുള്ള കാര്യമല്ല. ഞാൻ ഇനിയും ഉയർന്നു കയറി വരും, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്നൊക്കെ നാഗേന്ദ്രൻ പറഞ്ഞു. നാഗേന്ദ്രന്റെ ഉള്ളിലൊരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അഭി വീട്ടിലേക്ക് വരുവാണ്. നവ്യത് കണ്ടു ബാൽക്കണി എന്നിട്ട്, എടാ തോറ്റ് തുന്നുംപാടി തലയും കുടിച്ച് നീ വാടാ. ഇനി നിനക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളായിരിക്കും ഉണ്ടാവാനായിട്ട് പോന്നേ. നിന്റെ തകർച്ചയായിരിക്കും സംഭവിക്കുന്നത്. അത് കണ്ടിട്ട് ഞാൻ ചിരിക്കൂടാ. ഇനി വിജയം ആദർശേട്ടനും നായനയ്ക്കൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ നവ്യ വിചാരിച്ച് സന്തോഷിക്കുകയാണ്. ഈ സമയം അഭി ഹാളിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജലജ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ജലജ എന്നിട്ട് പറഞ്ഞു, നനഞ്ഞ കോഴിയെ പോലെ വന്നിരിക്കുവാണല്ലോടാ, നാണം ഉണ്ടോടെ നിനക്ക് തോറ്റു തുന്നുംപാടി വരാനായിട്ട്? അത് കേട്ട് കഴിഞ്ഞപ്പം അപ്പി പറഞ്ഞു, അമ്മയല്ലേ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് ഈ ഡീലിന് അനി വരത്തില്ലെന്ന്. എന്നിട്ട് ഹെടാ, അത് ഇവിടെ കേട്ട കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവൻ വരൂ എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. എന്റെ അമ്മേ, അവര് നേരത്തെ കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മനഃപൂർവ്വം താർക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞു. എടാ, നീ എന്തിനാടാ അങ്ങോട്ടേക്ക് പോയത്? നിനക്ക് അവിടേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ നിന്റെ രാശിയില്ലായ്മ കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അവര് പറയായിരിക്കും. നിന്റെ ജോലി വരെ വേണേ പോകുമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ജോലി പോയി, അങ്ങനെയൊന്നും ജോലിയൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെ നിനക്ക് ഉറപ്പുണ്ടോന്ന് ചോദിച്ചു. അതൊക്കെ എനിക്ക് ഉറപ്പുള്ള കാര്യം അമ്മേ.
ഹാ, ആ കാര്യത്തിലൊന്നും എനിക്ക് ഒരു ടെൻഷനും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ജലജ പറഞ്ഞു, ഇപ്പൊ കണ്ടില്ലേ അനി, അവനാണ് കമ്പനിയുടെ MD. അപ്പൊ ഈ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൻ അതിന്റെ ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, അത് അവന്റെ ഗുണം കൊണ്ടൊന്നും അല്ല, ആദർശ ആദർശന്റെ നായനേരത്തിയുടെയും ഗുണം കൊണ്ടാ. അല്ലാതെ അവനെ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. അതിനുള്ള കഴിവും പ്രാപ്തിയൊന്നും അവനില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേന്ന് ചോദിച്ചു. എന്നാലും നീ തോറ്റു പോയല്ലോടാ. തോറ്റു നാണം കിട്ട് മടങ്ങാന്ന് പറഞ്ഞാലേ ഇനി നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും പോകാതിരിക്കുന്ന നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുവാണ് ജലജ. അപ്പോഴേക്കാണ് ദേവേനിയും ജയനും കൂടെ വരുന്നേ. ദേവേനി വന്നിട്ട് പറഞ്ഞു, എടാ പോയപ്പോ നിന്റെ മുഖത്ത് ഭയങ്കര ചിരി ആത്മവിശ്വാസമൊക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? ആ ചിരി അങ്ങോട്ട് മാഞ്ഞു പോയോന്ന് ചോദിച്ചു. ആ സമയം ജലജ പറഞ്ഞു, എന്നാലും അനി ഡീൽ ഉറപ്പിക്കാൻ പോകുന്ന കാര്യം ഇവിടെ ആരും ഒന്ന് പറഞ്ഞത് പോലും അല്ലല്ലോ. ഓ, അപ്പൊ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ടല്ലേ എന്നും ജയൻ ചോദിച്ചു. എടി, നിനക്കറിയാലോ ഇതിനു മുമ്പ് ആ ബോംബെ വെച്ചുള്ള മുംബൈ കമ്പനിക്കാരുമായിട്ട് ആ ഡീൽ ഉറപ്പിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചെന്ന്. ഒരു പക്ഷേങ്കില് ഈ കാര്യങ്ങളൊക്കെ അനി ഡീൽ ഉറപ്പിക്കാൻ പോവാന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലേ എനിക്കും അതുപോലെ തന്നെ അവസ്ഥ ഉണ്ടാവുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാടി പറയാതിരുന്നേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, ഇത് അവരുടെ തകർച്ചയൊന്നുമല്ല. ഒരു ഡീല് കിട്ടിയില്ല എന്നോർത്തുകൊണ്ട് ജൂലക്കാർ അങ്ങനെ തകരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ദേവേനി പറഞ്ഞു, എടാ എത്രയൊക്കെയാന്ന് പറഞ്ഞാലും നിനക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നീ ഇപ്പൊ ജൂലക്കാരുടെ ഒപ്പമാണല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, മൂർത്തി ജൂലക്കാർ അങ്ങനെയല്ല. മൂർത്തി ജൂലക്കാർ ഇനി കുതിച്ചു വരാനായിട്ട് പോവുക. നായനിമോളെ തന്നെ നീ കണ്ടില്ലേ? നീ അവളെ കണ്ടുപിടിക്കടാ. അവൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തും സ്വന്തം കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാ. കാരണം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് പോലും അവള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ നീയോ ഈ കുടുംബത്തിൽ നിന്നിട്ട് കുടുംബത്തെ ചതിച്ചോണ്ടിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അഭി പറഞ്ഞു, അതെ, ഞാനിപ്പോ ജൂവലറിലെ വർക്ക് ചെയ്യുന്നേ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥ വേണമെന്ന് പറഞ്ഞു. ജയൻ പറഞ്ഞു, ശരിയാ, അത് വേണം, അത് ഉറപ്പായിട്ടും വേണം. അതില്ലാതെ പറ്റില്ല. ആത്മാർത്ഥം നന്നായിട്ട് വേണമെന്ന് പറഞ്ഞു. ദേവേനി പറഞ്ഞു, ഇവന്റെ ആത്മാർത്ഥത്തെക്കുറിച്ച് നമുക്ക് അറിയാലോ ജയേട്ടാ. ഇനിയിപ്പം ഇവൻ ജൂവലറി വലിയ ആളാവാനായിട്ട് പോകുമല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, നീ നിന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നതോടൊപ്പം അനഘയെന്ന് പറയുന്ന പാവം പിടിച്ച പെണ്ണിനും കൂടെ ചിലപ്പോൾ ചെലവിന് കൊടുക്കേണ്ടതായിട്ട് വരും. അറിയാലോ, ഇതുവരെയായിട്ട് നിന്റെ ഭാര്യ ഈ സത്യങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അറിയുന്നൊരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു നിന്റെ കാര്യം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അബിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അബി പറഞ്ഞു, എന്തിനാ അമ്മായി വെറുതെ ആ കാര്യങ്ങളൊക്കെ ഇപ്പം ഇവിടത്തേക്ക് വലിച്ചിടേണ്ട കാര്യമുണ്ടോ? ഇപ്പം ഞാൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ജോലിക്കാരുടെ ഒപ്പം നിൽക്കുന്നു, അതെന്റെ ജോലിയുടെ ഭാഗമല്ലേ. എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വെറുതെ എന്നെ കുത്തി നോവിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ചെയ്യാൻ പറഞ്ഞു, എടാ നിന്റെ കല്ലിപ്പ് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ടാ പറഞ്ഞത്. നീ എന്താ ഏതെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ പറഞ്ഞ, അല്ലാതെ വെറുതെ ഞങ്ങളൊരു കാര്യം പറയത്തില്ലോ. നീ ഞങ്ങൾക്കിട്ട് എപ്പോൾ തൊട്ട് പണി തരാൻ തുടങ്ങുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇനി നീ പണി തന്നോണ്ടേ ഇരിക്കുമെന്നും അറിയാം. പക്ഷേ അതൊന്നും ഇനി ഞങ്ങളുടെ അടുത്ത് നടക്കത്തില്ലടാ എന്നൊക്കെ പറഞ്ഞു. ഒടുവില് അഭി നാണം കെട്ട് അങ്ങോട്ട് കയറി പോവുകയാണ്. ഈ സമയത്ത് നല്ലൊരു സങ്കടമായിരുന്നു ജലജയുടെ മുഖത്ത് നോക്കിയിട്ട് ദേവേന് പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തായിരുന്നു നിന്റെ അഹങ്കാരം? നിന്റെ മോൻ ഇപ്പൊ വിജയിച്ച് വരുമെന്ന് പറഞ്ഞിരുന്നല്ലേ, എല്ലാം ഒറ്റയടിക്ക് തന്നെ ഇല്ലാതായില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതിന് ഏട്ടത്തി എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവനൊരു തോൽവി സംഭവിച്ചു, അതിപ്പോ അവന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അതെ, ഇനിയിപ്പൊ നിനക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഒടുവിൽ ജലജ അങ്ങോട്ട് കയറിപ്പോയി. ദേവേനോട് പറഞ്ഞു, ദേവേനി, ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ചേർന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഈ പറയുന്ന നവ്യ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് അബിക്ക് ജോലി കിട്ടിയെന്നല്ലേ പറയണേ. പക്ഷെ അതൊന്നും അല്ല സത്യാവസ്ഥ. അബിക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരോ ഉണ്ട്. ഒരു പക്ഷേങ്കിൽ അയാളുടെ റെക്കമെൻഡേഷനിലായിരിക്കും. അബി റെക്കമെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നവ്യയ്ക്ക് വരെ അവിടെ ജോലി കിട്ടിയിരിക്കുന്നത്. അതാണ് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ദേവേനി പറഞ്ഞു, എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെയാന്ന്. കാരണം അബിക്ക് ജൂവലറിക്കാരുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ശത്രുക്കളെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം ചെയ്യേട്ടാന്നൊക്കെ ദേവേനിയും പറയുവാണ്. പിന്നീട് അബി മുറിയിലേക്ക് വരുമ്പോഴത്തേനും നവ്യ ഭയങ്കര സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, എടാ അബി, നീ തോറ്റുപോയല്ലേന്ന് ചോദിച്ചു. അതേടി, ഒന്നും പറയാതിരിക്കുന്ന ഭേദം. അനി ശരിക്കും ഒരു ചതിയെ ചെയ്തെന്ന് പറഞ്ഞു. അവൻ ഡീൽ ഉറപ്പിക്കാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഡീൽ ഉറപ്പിക്കാൻ വന്നെന്ന് പറഞ്ഞു. നവ്യ ഉള്ളിൽ ചിരിക്കുവാണ്. എടാ, ഇനി നീ തോറ്റു തുന്നമടാ പോകുന്നുള്ളൂ, ഇതൊരു തുടക്കം മാത്രമാ. ഇനിയാണ് നിനക്കിട്ട് പണി കിട്ടുന്നതെന്നൊക്കെയായിരുന്നു
നവ്യ മനസ്സിൽ പറയണേ. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ആ കമ്പനിയിലേക്ക് ചെന്ന് കയറിയില്ലേ, ചിലപ്പോ എല്ലാരും പറയായിരിക്കും ഞാൻ രാശിയില്ലാത്തവനാന്ന്. അത് ശരിയാണല്ലോടാ, നീ ചെന്ന് കയറിയതിന് ശേഷമുള്ള ആദ്യ ഡീലല്ലായിരുന്നു ചോദിച്ചു. ഇനിയിപ്പോ നിന്റെ ജോലി വലുതും പോകുമോ? അങ്ങനെയൊന്നും പോത്തൊന്നുമില്ല, എന്റെ ജോലിക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല, ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ ഒരു സമാധാനമുണ്ട്, അല്ലെങ്കിൽ എനിക്കും ആകെപ്പാട് ടെൻഷനായിരുന്നു. ഞാനിവിടെ സർവ്വ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ദൈവമേ ഈ ഡീല് കിട്ടണമെന്നൊക്കെ. അഭി പറഞ്ഞു, തലയെടുപ്പോടുകൂടി ഈ വീട്ടിലേക്ക് കയറി വരാൻ ഓർത്തിരുന്ന ഈ ഡീല് കിട്ടുന്നതോട് കൂടിയിട്ട് പക്ഷെ ഞാൻ ശരിക്കും നാണം കെട്ടുപോയി. അതെങ്ങനെയാ, ആ ഡീൽ ഉറപ്പിക്കുന്ന ഹോള് വെച്ചനെ നാണം കിട്ടു, ആ അബിയുടെ അനിയുടെ മുന്നിൽ വെച്ച്. പക്ഷെ അത് അവന്റെ കഴിവ് കൊണ്ടൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു ഈ ഡീല് കിട്ടിയിരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോ നബി പറഞ്ഞു, അതല്ലേലും എനിക്കറിയാലോ, ആദർശിന്റെ അതുപോലെ തന്നെ നയനയുടെ കഴിവുണ്ടാന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമല്ലേ, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. ഈ അനിക്ക് ഈ പറയുന്ന കഴിവുകളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും മാളവിയുടെ ഡിസൈനും എല്ലാം നല്ല ഡിസൈനും അല്ലായിരുന്നു എന്ന് ചോദിച്ചു. അതെ, അവൾ നന്നായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ വരയ്ക്കണേ. പിന്നെ നിന്റെ അനുജത്തി ഉണ്ടല്ലോ നയന, അവൾ ഇപ്പം കുറച്ച് നാളത്തേക്ക് ഈ ഫീൽഡിലേക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവളും ഇറങ്ങിയല്ലോ. എന്നാലും എവിടെയാണ് ഇനി തെറ്റുപറ്റിയെന്ന് എനിക്കൊന്നും മനസ്സിലാകത്തെ. അതെ, നല്ല ഡിസൈനിങ് മൂർത്തി ജ്വല്ലറിക്കാർ വരച്ച് കാണുമായിരിക്കും, അതായിരിക്കും എന്ന് പറഞ്ഞു. ഇത് അങ്ങനെ വെറുതെ വിടാനായിട്ട് എന്താണെങ്കിലും ഏൻ ജ്വല്ലറിക്കാർ ഉദ്ദേശിക്കുന്നില്ല, ഉറപ്പായിട്ടും അടുത്ത ഡീല് അവർ പിടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. നബി പറഞ്ഞു, അതങ്ങനെ തന്നെ വേണമല്ലോ, കാരണം അല്ലെങ്കിൽ നിനക്കൂടെ നാണക്കേടല്ലേ, നീ കയറിയതിന് ശേഷം എല്ലാം നഷ്ടപ്പെടുവാന്ന് അവർ തന്നെ പറയില്ലേ എന്ന് ചോദിച്ചു. അബി പറഞ്ഞു, ദൈവം ആകെപ്പാടെ ടെൻഷനായി, ഇപ്പൊ അമ്മയ്ക്കാണെങ്കിൽ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്, അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നബി പറഞ്ഞു, ഞാനിന്ന് ആശ്വസിപ്പിക്കട്ടെ അമ്മയെ പോയി എന്നും പറഞ്ഞുകൊണ്ട് നബി അങ്ങോട്ടേക്ക് പോവുകയാണ്. അബി ആകെപ്പാടെ വിഷമിച്ച് അബി അവിടെ ഇരിക്കുവാണ്. പിന്നീട് വിഷമിച്ച് നിൽക്കുന്ന ജലജയുടെ അടുത്തേക്ക് നബി ചെന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത്, പോട്ടെ ഇനിയിപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, എന്നാലും അബി അങ്ങോട്ട് ചെന്ന് കയറിയ ഉടനെ തന്നെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലോ, എല്ലാത്തിനും കാരണം അനിയാണ്, അനി ശരിക്കും ചതിക്കുകയോ ചെയ്തതെന്ന് പറഞ്ഞു. അത് ശരിയാമ്മേ, ഇനി നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലോ, എനിക്കിപ്പോ ഒരു പേടിയുണ്ട്. ഇനിയിപ്പൊ ആ ഏൻ ജ്വല്ലറിക്കാര് അനിയെ അബിയെ വേണ്ടെന്ന് വെക്കുമോന്ന് ആ ഒരു ഭയമൊക്കെ ഉണ്ട് മോളേന്ന് ജലജ പറഞ്ഞു. അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഏൻ ജ്വല്ലറിക്കാർ അവനെ പറഞ്ഞു വിടാനൊന്നും പോകുന്നൊന്നുമില്ല, അവർക്ക് അവനിലൊരു വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, കാരണം അനിയുടെ കഴിവ് കൊണ്ടാണ് അത് കിട്ടിയെന്നൊക്കെയാ ജാനകി വിചാരിക്കുന്നത്. അപ്പോഴേക്കും നബി പറഞ്ഞു, അതൊരിക്കലുമല്ല, അയാളുണ്ടല്ലോ ആദർശ്, അയാൾ നായനയും കൂടെ ചേർന്നിട്ടാണ് ഈ ഡീല് പിടിച്ചിരിക്കുന്നത്, അതിനകത്ത് ഒരു കഴിവും അനിക്കില്ല എന്ന് പറഞ്ഞു. അനിക്ക് ഉള്ള കഴിവിനെ കുറിച്ച് നമുക്കറിയാവുന്നതല്ലേ, MD ആയിട്ട് കയറിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ, ഇപ്പോഴും അയാളാണ് ആദർശാണ് കമ്പനി നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. ശൈലജ പറഞ്ഞു, ശരിക്കും അവനും ഈ പറയുന്ന നയനെ എല്ലാരും കൂടെ ചേർന്നിട്ടാണ് മൂർത്തി ജ്വല്ലറെ കരകയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണേ, പക്ഷെ നമ്മുടെ മോന് എന്റെ മോന് തകർച്ചയായി പോലെ നബിയെന്ന് പറഞ്ഞു. നബി പറഞ്ഞു, പേടിക്കണ്ട അമ്മേ, അബിക്ക് ഉറപ്പായിട്ട് ഉയർച്ച ഉണ്ടാവും, അബി അങ്ങനെ താഴ്ന്നു പോകത്തൊന്നുമില്ല, കണ്ടു എന്നൊക്കെ പറഞ്ഞ് ജലജയെ സമാധാനിപ്പിച്ചു. ഈ സമയം ജലജ പറഞ്ഞു, മോളെ നീ ഇടയ്ക്ക് അനി ജ്വല്ലറി പോയിട്ട് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം, നമ്മുടെ മോനെ കുറിച്ചൊക്കെ സംസാരിക്കണം, ജോലി പോകാണ്ട് ഇടയാവരുതെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ സംസാരിച്ചോളാം, ഞാൻ ഡേവിഡ് സാറിനെ കാണുന്നുണ്ട്, ഡേവിഡ് സാറിനെ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീലായിക്കോളാം, അമ്മ ആ കാര്യം ഒന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് ജലജ പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്കിയേ, അനി പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാ ഞാനും ഇത്ര ആത്മവിശ്വാസത്തോടെ ഇരുന്നേ, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ അമ്മേ, പക്ഷെ അയാളുണ്ടല്ലോ ഈ ആദർശ് എന്ന് പറയുന്നവനെ ചതിച്ചിരിക്കുന്നേ, അല്ലേലും അയാൾ പണ്ട് തൊട്ടേ ഒരു ചതിയനാണല്ലോ, ഒന്ന് ഓർത്ത് വയ്ക്കേ, അനഘ എന്ന് പറയുന്ന പാമ്പൊടിച്ചൊരു പെങ്കൊച്ചിനെ ചതിച്ചില്ലാതാക്കില്ലെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അതെ മോളെ, ആ ചന്തു എന്ന് പറയുന്നൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് അവൻ എത്ര സൂത്തോടെ ഇപ്പൊ കഴിയുന്നേ, അതിനുള്ള ശിക്ഷയൊന്നും അവന് കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നവ്യ ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറഞ്ഞു, എന്റെ അമ്മ അതിനെക്കുറിച്ചൊന്നും ഓർപ്പിക്കരുതേ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അതൊക്കെ ഓർത്ത് കഴിയുമ്പോ എന്നെ രക്തം തിളച്ചു വരുന്നുണ്ടെന്ന് എന്നും പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ടേക്ക് പോയി. ജലജയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു, കാരണം എല്ലാം കൈവിട്ടു പോയല്ലോ എന്നൊക്കെ ഒരു ചിന്തയും കൂടെ ആയിരുന്നു. ഈ സമയത്ത് നയനയും ആദർശം കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ അവരുടെ അടുത്തേക്ക് എലിസബത്ത് വന്നു. എലിസബത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, ചേച്ചി പാൽപ്പായസമൊക്കെ റെഡിയാക്കിയിട്ടില്ലേ? പിന്നെ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ഇനിയിപ്പം കഴിക്കേണ്ട ആൾക്കാരും കൂടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു,
ചേച്ചി ഈ ദിവസം മധുരം കൊടുക്കണമെന്ന് ഇവളെ കരുന്ന നിർബന്ധം എന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമല്ലേ? മൂർത്തിജിയോട് തകരാൻ പോകാന്ന് പറഞ്ഞപ്പോൾ എനിക്കും വിഷമമുള്ള കാര്യമായിരുന്നു. കാരണം ഞാനും പണ്ട് തൊട്ട് അറിയുന്നതല്ലേ മൂർത്തി സാറിനെന്ന് ചോദിച്ചു. ഇത് കേട്ടിപ്പോ നയന ഇങ്ങനെ ആലോചിച്ചു. എലിസബത്ത് ചേച്ചി ഇങ്ങോട്ടേക്ക് വരാൻ ഇനി മുത്തശ്ശൻ വരാൻ കാരണമാണോ? മുത്തശ്ശനാണോ എലിസബത്ത് ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് പോലും നയനയുടെ ഉള്ളില് ഒരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കാണ് മുത്തശ്ശൻ ദേവേനയും കൂടെ കാറിൽ വന്നിറങ്ങുന്നത്. അവരൊക്കെ എത്തിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, മോനെ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നീ കാരണമാണ് എനിക്കേടാ ഈ ഡീൽ ഉറപ്പിക്കാൻ പറ്റിയെന്നാ. അതൊക്കെ ഒന്നും ഇല്ല മുത്തശ്ശി, അവന്റെ കഴിവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ആദർശ്. ദേവേനി പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ അനി മുത്തശ്ശനോട് പറഞ്ഞ നീ കാരണമാന്ന്. പക്ഷെ നിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശന് ദേഷ്യടാ. മുത്തശ്ശന് ഒട്ടും നിന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, സാരമില്ല പോട്ടമ്മേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. എല്ലാം ശരിയാവുന്നൊരു ദിവസം വരും. ആ സമയത്താണ് അനി അങ്ങോട്ട് ഓടിക്കയറി വരുന്നത്. അതെ, സന്തോഷിക്കാൻ വരട്ടെ, ഞാനും കൂടെ വരട്ടെ, നമുക്കൊരു കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എലിസബത്ത് പറഞ്ഞു, അല്ല മോനെ, ഞാൻ പാൽപ്പായസം ഉണ്ടായിക്കുണ്ട്. ആയിക്കോട്ടെ, പാൽപ്പായസം എടുത്തോ, കേക്കും കൂടെ കട്ട് ചെയ്ത് ഈ വിജയം നമുക്ക് ആഘോഷിക്കണം എന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.